നമ്മുടെ പള്ളിയിലെ ഈ പണിക്ക് വേണ്ടിയിട്ട് പേര് പറയാൻ പറ്റാത്ത പേര് പറയണ്ട എന്ന് പറഞ്ഞ ആള് പറ്റാത്ത ആളല്ല, പേര് പറയാൻ പാടില്ലാന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹം തന്ന 1 ലക്ഷം റുപ്യ കൂടി ഇപ്പോൾ ഏൽപ്പിക്കും. ഈ 2 പണി കൂടി 1.5 ലക്ഷം റുപ്യ ഈ റമദാൻ കാലത്ത് ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. ഒരു 2000 പേര്. അല്ല, അത് പിന്നീടാണ്. അത് അസ്യാക്കാൻ്റെ വക ഒരു സംഖ്യ ഉണ്ടാവും കൂടി ആകുമ്പോൾ. ഇയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പാഴ്ക്കൊല്ല. ഇന്ന് നോമ്പ് 13 പിന്നെ നൂൽപുട്ടും പിന്നെ കുറുമയാണ്. അപ്പോൾ മനസ്സിൽ പ്രകാരം തന്നെ ഒരു 500-600 ആൾ പങ്കെടുക്കുന്നുള്ള ലക്ഷണം തന്നെയാണ് കാണുന്നത്. പിന്നെ എല്ലാവരും നല്ല സജീവമായിട്ട് രംഗത്തുണ്ട്. നമ്മൾ അഫ്സലുണ്ട്, പിന്നെ ഉമ്മറുണ്ട്, പിന്നെ അതുപോലെ തന്നെ വലിയ കുട്ടി മാനുപ്പ, പിന്നെ അംസപ്പ, കണ്ണൂടി അംസപ്പ ഉണ്ട്, പിന്നെ നമ്മളെ ഷീന ജ്വല്ലറി ചെയ്തലിവുണ്ട്. അങ്ങനെ പിന്നെ യുവനിര നല്ല നിരന്നൊരു യുവനിര തന്നെ ഉണ്ട്. കാരണം ഒരു എത്ര ആൾ വേണം അത്ര ആൾ റെഡിയാണ് ഇവിടെ യുവനിര. അപ്പോൾ നല്ല രൂപത്തിൽ എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു നിറനെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ വന്നോണ്ട് എന്തൊക്കെ ഉഷാറായിപ്പോ. ഇതിങ്ങനെ മുണ്ടാതെ ഇരിക്കുക. പിന്നെ അസ്സലാമലൈക്കും. 3/3/2026 13ാമത്തെ നോമ്പാണ് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിൽ. നമ്മൾ ആദ്യം കണ്ടത് ഇതിലേക്ക് നോമ്പ് തുറയിലേക്കല്ല, പള്ളിയുടെ കാർപ്പറ്റ് മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് ഒരു വ്യക്തിയുടെ 1 ലക്ഷവും പിന്നെ ഒരു 50,000 കൊടുത്തതിൻ്റെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പള്ളിയുടെ നോമ്പ് തുറ ഈ മാസം മുഴുവൻ ഒരു വിശിഷ്ട വ്യക്തി സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വകയാണ് അത് മുഴുവൻ. ഇന്നത്തെ വിഭവങ്ങൾ നൂൽപുട്ട്, വെജിറ്റബിൾ കുറുമ, വത്തക്ക, കാരക്ക, നാരങ്ങ വെള്ളം, ഈ വക ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഓനെപ്പോഴും പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അവിടേക്ക് ഇന്നവിടെ നേരം വെളുക്കാൻ ലേശം വൈകിയതാണ്. നാട് മുഴുവൻ കേട്ടോളൂ കേട്ടോ. ഇവിടെ ഈ ഹാളിൽ 320 പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവരും ഈ പെരിന്തൽമണ്ണ ടൗണിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ആസ്പത്രി ആവശ്യങ്ങൾക്ക് വരുന്നവർ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വരുന്നവർ, ടൗണിലെ ആവശ്യങ്ങൾക്ക് വരുന്നവർ, യാത്രക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങി 100 കണക്കിന് വ്യക്തികൾ വരുന്ന, 1000 കണക്കിന് വ്യക്തികൾ വരുന്ന ഒരു വലിയ പള്ളിയാണ് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ്. ഏകദേശം 5500-6000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യം തന്നെ ഈ മലബാറിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ ഈ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിലുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 6:20 PM ആയിട്ടുള്ളൂ. നോമ്പ് തുറക്ക് ഇനിയും 10-20 മിനിറ്റ് ഉണ്ട്. എന്നാലും ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യുവാക്കളും ഒക്കെ ഇതിന് സജീവമായിട്ട് രംഗത്തുണ്ട്. നമ്മുടെ മുത്തൊക്കെ സജീവമായിട്ട് കഴിഞ്ഞവരുടെ എല്ലാ കൊല്ലങ്ങളിലും ഇവിടെ സ്ഥിരമായിട്ട് നോമ്പ് തുറക്കുള്ള വളണ്ടിയർ വർക്കിന് വരാനുള്ളതാണ്. അതൊക്കെ അലല്ല, അതൊക്കെ തവക്കൽക്കും അലല്ല. അതൊന്നും നമുക്കറിയില്ല. അത് നമ്മളങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുക. ഇന്ന് ജീവിച്ചതിൻ്റെ പ്രതിഫലം നാളെ കിട്ടും എന്ന് ചിന്തിച്ച് ജീവിക്കുക. ഇല്ലേ മറേ? ഇന്ന് ജീവിച്ചതിൻ്റെ പ്രതിഫലം നാളെ കിട്ടുന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്ന് ജീവിക്കുക. ഇന്നത്തെ പ്രതിഫലം നാളെ കിട്ടാതിരിക്കൂലേ?
ആരത് എന്തൊക്കെ കയറി നമ്മളെ പള്ളിൻ്റെ ഹൗസ് മാറ്റിയ പുതിയ ഹാളാണ്. വിശാലമായി ഒരു ഭാഗത്ത് ഹൗസായിരുന്നു പണ്ട്, അത് മാറ്റി ഇത് ഹൗസ് വേറുണ്ടാക്കി. അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ, അവിടെ പോയിക്കോളൂ. അവിടെ അവർക്ക് നാരങ്ങ വെള്ളമാണ് കിട്ടിയത്. ഇത് രണ്ടാമത്തെ ഹാളാണ്. ഇവിടെയും 80-ലധികം ആൾക്കാർക്ക് സുഖമായിട്ട് ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും സജീവമായിട്ടുണ്ട്. നമ്മുടെ കാലത്തെ അപ്പോൾ പിന്നെ ഇതില് 10 മതി. നാല് ഇത് നമ്മുടെ കിച്ചണാണ്. വാങ്ങാലോ ചെക്ക് കൈമാറിയില്ല. ചെക്കല്ല ക്യാഷ്. ക്യാഷാണ്. ക്യാഷ് 1 ലക്ഷം. പേരെ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞിട്ട് ബാക്കി അഡീഷണലായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ആണ് ഈ ഭാഗത്ത് നടത്തുന്നത്. ഇത് ഇത്രയും ഉണ്ടാവും, ഇതും ഫുള്ളാവും. പിന്നെ വേറെ കയ്യിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്യാറാണ് ഉള്ളത്.